നമസ്കാരം എല്ലാവർക്കും. ലക്കി ഭാസ്കർ ദുൽഖർ നായകനാകുന്ന തെലുങ്ക് സിനിമയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് ഔട്ടായി. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനകത്ത് നോട്ടിൻ്റെ ഇടയിലൂടെ നടന്നു നീങ്ങുന്ന ഒരാളായിട്ടാണ്, നോട്ട് കെട്ടുകളുടെ ഇടയിലൂടെ. ചിലപ്പോൾ അദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ കള്ളനോട്ടടിക്കാരനോ കഥാപാത്രങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടില്ല, ട്രെയിലറോ ടീസറോ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഈ ദുൽഖർ എന്ന് പറഞ്ഞ നടൻ നമ്മൾ പാൻ ഇന്ത്യൻ ആക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം പാൻ ഇന്ത്യൻ ആക്ടറാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ തമിഴ് പടം ഇപ്പോൾ കണ്ണും കണ്ണും കൊള്ളയടിച്ചാൽ, ഓക്കെ കൺമണി, അതുപോലുള്ള സിനിമകൾ, തമിഴ് സിനിമ, അതിനകത്ത് 2-3 കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തിനെ പാൻ ഇന്ത്യൻ ആക്ടർ എന്ന് എനിക്ക് തോന്നാനുള്ള ഒരു കാരണം എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നു. നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇദ്ദേഹം തമിഴ് പറയുന്നത് ഒരു തമിഴ്നാടൻ പറയുന്നത് പോലെ തന്നെ പറയും. തെലുങ്കിൽ സീതാരാമം, അതുപോലെ തന്നെ വേറെ മഹാനദി, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ സിനിമകളെല്ലാം തെലുങ്കും അദ്ദേഹം തന്നെ ഡബ് ചെയ്യുന്ന, വേറൊരാൾ ഡബ് ചെയ്തല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ സൗണ്ടാണ്. വളരെ മലയാളം സംസാരിക്കുന്നത് പോലെ തന്നെ തമിഴും തെലുങ്കും. ഇനി ഹിന്ദിയിലാണെങ്കിൽ ചുപ്പ് എന്ന് പറഞ്ഞൊരു പടം, ഒരുപാട് 2-3 സിനിമ ഹിന്ദി ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് ചുപ്പ് ക്രിട്ടിക്കലി അക്ലെയിംഡ്, അതായത് നിരൂപക പ്രശംസ നേടിയ ചിത്രമാണ്. നല്ല രസമാണ് ആ ചിത്രം കാണാൻ. ചിത്രം കണ്ടവർക്ക് അറിയാതെ അതും ഈ പറഞ്ഞ പോലെ ഹിറ്റായ സിനിമയാണ്. അത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ഹിറ്റുകളും, അല്ലെങ്കിൽ ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു നടൻ എന്ന് നമുക്ക് ദുൽഖറിനെ, യുവതാരങ്ങളിൽ ദുൽഖറിനെ നമുക്ക് ഉറപ്പായിട്ടും പറയാം. പൃഥ്വിരാജും ആ ഒരു കേസിൽ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ പൃഥ്വിരാജ് ഈ പറഞ്ഞ പോലെ ഹിറ്റുകൾ നൽകാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ സീതാരാമൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഓക്കെ കൺമണിയോ മണിരത്നത്തിൻ്റെ പടമാണ്, അത് ഹിറ്റായി. പിന്നെ കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എനിക്കുന്നത് സൂപ്പർ ഹിറ്റ് പടമാണ്. അന്നേരം ഇതുകൊണ്ട് തന്നെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന തെലുങ്ക് പടം മലയാളികൾക്കും, അതാണ് ഇത്, ഈ പടങ്ങളെല്ലാം മലയാളികൾക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പം കിങ് ഓഫ് കൊത്ത പോലൊരു മലയാള സിനിമ വളരെ മോശമായിപ്പോയി ദുൽഖറിൻ്റെ. പക്ഷേ ദുൽഖർ മലയാള സിനിമയിൽ എനിക്കൊന്ന് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു വർഷത്തിലൊരിക്കൽ ഒരു പടം, അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ പടം, കൂടുതൽ ഒരു വർഷത്തിൽ മിനിമം 1-2 പടം ചെയ്യണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഇനിയുള്ള ദുൽഖറിൻ്റെ പ്രോജക്റ്റും അതുപോലെയാണ്. ദുൽഖറിൻ്റെ പ്രോജക്റ്റുകളിൽ കമലഹാസൻ്റെ കൂട്ടത്തിൽ മണിരത്നത്തിൻ്റെ പടത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്, സൂര്യയുടെ പടത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്, അതൊക്കെ നസറിനും ഉണ്ട് ആ പടത്തിനകത്ത്. അതൊക്കെ ഈ പറഞ്ഞ പോലെ പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. അന്നേരം സൂര്യയുടെ കൂട്ടത്തിൽ അഭിനയിക്കുന്നു, കമലഹാസൻ്റെ കൂട്ടത്തിൽ അഭിനയിക്കുന്നു. അന്നേരം ഒരു വലിയ ടീമുകളുടെ ഭാഗമാകുകയാണ്, എല്ലാ ഭാഷകളുടെയും ഭാഗമാകുകയാണ്. അന്നേരം അത് പറയുന്നത് നമുക്കും ഈ പറഞ്ഞ ഒരു എന്താണ്, ഒരു അഭിമാനമാണ്. നമ്മുടെ ഒരു മലയാളത്തിലെ ഒരു യുവതാരം ഇന്ത്യ മൊത്തവും അഭിനയിക്കുന്നു, നമ്മളെ കേരളത്തിന് അഭിമാനമാകും എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ എന്തായാലും ഒരു മോശം സിനിമ ആയിരിക്കത്തില്ല. എന്തായാലും നമുക്ക് വരുമ്പം അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, സിനിമ വരുമ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. എന്തായാലും ദുൽഖറിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ എല്ലാവർക്കും വിജയ ചിത്രങ്ങൾ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. കിങ് ഓഫ് കൊത്ത നമുക്ക് അങ്ങനെ കരുതാം. കിങ് ഓഫ് കൊത്ത ഒരു മോശം ചിത്രമായതുകൊണ്ട് അത് പരാജയപ്പെട്ടു, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ നല്ല ചിത്രമാണെങ്കിൽ അത് വിജയിച്ചേനല്ലോ. മോശം ചിത്രമായിട്ട് അത് നല്ല രീതിയിൽ അത് പരാജയപ്പെട്ടു, ഭയങ്കര ഹൈപ്പിൽ വന്നു, ഭയങ്കര പരാജയപ്പെട്ടു. പക്ഷേ ഈ പറഞ്ഞ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയും, അല്ലെങ്കിൽ ഇനിയും വരുന്ന മലയാള സിനിമകളും, ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രോമിസിംഗ് ആയിട്ടുള്ള തമിഴ് സിനിമകളും എല്ലാം നല്ല വിജയങ്ങളാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അന്നേരം ദുൽഖർ സൽമാൻ്റെ പുത്തൻ സിനിമ DQ, എല്ലാവരെയും പ്രിയപ്പെട്ട DQവിൻ്റെ പുത്തൻ സിനിമകളായിട്ട് നമുക്ക് കാത്തിരിക്കാം.